വീണ്ടും അവകാശവാദവുമായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചെന്നാണ് പുതിയ അവകാശവാദം. അധിക താരിഫ് ചുമത്തിയതിനെ തുടർന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. അധിക ചുങ്കത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മികച്ച ബന്ധമാണ് ഉള്ളത് എന്നും ട്രംപ് പറയുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ അമേരിക്ക ഇടപെടേണ്ടതില്ല എന്നാണ് ഭാരതത്തിന്റെ സുനിശ്ചിത നിലപാട്. The Apache helicopter. I mean, I had India coming to me, sir, I've been waiting 5 years. We're changing it. India ordered 68 Apaches. I have a very good relationship with him. He's not that happy with me because, they're paying a lot of tariffs now because they're not doing the oil, but they are. They've now reduced it very substantially, as you know, from Russia. We're getting rich because of tariffs, by the way. I hope everyone understands that. വിവരങ്ങളുമായി ഐസൻ ജോസ് നമുക്കിപ്പം തുടരുകയാണ്. ഐസൻ, ഈ ഭാരതത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ട്രംപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ അവകാശവാദങ്ങളും വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ട്രംപ് പറഞ്ഞു വെക്കുന്നു? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടതനുസരിച്ച് ഭാരതം ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ കുറവ് വരുത്തുന്നുണ്ട്. പക്ഷേ അമേരിക്ക തീരുമാനിച്ച അത്രയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ കുറവ് വരുത്താനോ അല്ലെങ്കിൽ നിർത്തിവെക്കാനോ തയ്യാറാകുന്നില്ല എന്ന ഒരു വ്യാഖ്യാനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ടത്, ഈ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട്, അതായത് ഭാരതത്തിനെതിരെ ട്രംപ് ചുമത്തിയിരിക്കുന്നത് 50% താരിഫാണ്. ഇതിൽ 25% പൊതു താരിഫും 25% റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പെനാൽറ്റി താരിഫ് അല്ലെങ്കിൽ പിഴ താരിഫുമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പിഴ താരിഫ് ചുമത്തിയത് പിൻവലിക്കുമോ ഉയർത്തുമോ എന്ന ചോദ്യങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് തുടരാനുള്ള സാധ്യതയും ഉയർത്താനുള്ള സാധ്യതയുമുണ്ട് എന്ന് ഇന്നലെ പറഞ്ഞത്. അതിനെ വീണ്ടും ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചില പ്രശ്നങ്ങൾ അതിലുണ്ട് എന്ന് വരുത്തി തീർക്കുകയും അത്തരത്തിലുള്ള വരുത്തി തീർക്കുന്ന പ്രശ്നങ്ങളെ പരോക്ഷമായി പറയുകയും ചെയ്യുന്നൊരു രീതിയാണ് ട്രംപ് ഇപ്പോൾ അനുവർത്തിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധം നിലനിൽക്കുന്നു, പക്ഷേ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നൊരു വ്യാഖ്യാനം അദ്ദേഹം നൽകുന്നു. ഒപ്പം തന്നെ അതിനെ ന്യായീകരിക്കാൻ ഈ അധിക താരിഫ് ചുമത്തിയതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനം അമേരിക്കയുടെ ഡിഫൻസ് സപ്ലൈസ് വാങ്ങുക അല്ലെങ്കിൽ അമേരിക്കയിൽ നിക്ഷേപം നടത്തുക എന്നൊക്കെയാണ് ട്രംപിൻ്റെ നിലപാടുകളായിരുന്നത്. അത്തരം നിലപാടുകളുടെ ഭാഗമായി 68 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഭാരതം വാങ്ങാനുള്ള ഓർഡർ നൽകിയിട്ടുണ്ട് എന്നെല്ലാം തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി വിവിധയിടങ്ങളിൽ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്ത ഫോറങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഈ നിലപാട്, അതായത് ഭാരതത്തിൻ്റെ നിലപാട് ഭാരതത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അത് ആരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചോ മറ്റ് താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ല. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് തന്നെയാണ് ഭാരതം ആവർത്തിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വീണ്ടും ട്രംപ് ഒരു പ്രൊവോക്കേറ്റീവായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്നലെയും ഇന്നും സമാനമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തുടർച്ചയായ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറം ഭാരതത്തിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ ഭാരതം ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധിക താരിഫ് ചുമത്തുന്നതിനോ അല്ലെങ്കിൽ അത്തരമൊരു യുദ്ധനീക്കത്തിനോ ഇനി തയ്യാറാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്, ഭാരതം ഇനി വെനിസ്വേല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരത്തിൽ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും ഭാരതം റഷ്യ ചൈന ബന്ധം ശാക്തീകരിക്കപ്പെടുക എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും കൃത്യമായ നിലപാടുകൾ പറയാതിരിക്കുകയും അല്ലെങ്കിൽ പരോക്ഷമായി എന്തെങ്കിലും പറയുകയും ഒക്കെ ചെയ്യുന്ന നീക്കങ്ങൾ നടത്തുന്നത്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തീരുമാനിക്കുന്നത് ഭാരതമാണ് എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര സർക്കാർ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി.